പെണ്ണുങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ ഫീൽഡ് എന്നുണ്ടെങ്കിൽ തന്നെയാണ് ആ പടം വെറുതെ ചൊലിഞ്ഞു പോകും ചേട്ടാ പടം. നമ്മൾ എന്താ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയുള്ളൂ ചേട്ടാ. ഞങ്ങൾ രണ്ടുപേരും അയാള് ദിവസങ്ങളോളം ഉപയോഗിച്ച്. അങ്ങനത്തെ ഈ ക്രിമിനേഡിയുള്ള കുറച്ച് പേര് ഒരുപാട് പേരുണ്ട്. ശ്രീശാപം ഭയങ്കര സംഭവമാണ് സിനിമയില്. അതൊക്കെ ആ പടത്തിനെ ബാധിച്ചു. ആ പടം ഏതാണ്ട് ഒരു 2 ദിവസം ഓടിയുള്ളൂ ആളിലാണ് ഏറ്റവും മാറ്റി ചെയ്താൽ പടം. സിഗരറ്റ് വലി സിനിമയിൽ ഭയങ്കര ഒരു ഗുണം ചെയ്യുന്ന പരിപാടിയാണ്. സിഗരറ്റ് വലി മധ്യാഹ്നത്തിലാണ് സീൻ കിടന്നത്. സിനിമ വലിയൊരു സംഭവം തന്നെയാണ്. സെറ്റ് ഓണാക്കുന്ന ആർട്ടിസ്റ്റ് ആരാ? നമുക്ക് പുള്ളി വന്ന പിന്നെ റേഞ്ച് മാറിയവിടാ. ഇട്ടി കൊള്ളാൻ നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഈഗോ വർക്കൗട്ട് ആവാറുണ്ടോ? തീർച്ചയായിട്ടും. അയ്യോ, പിന്നെ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗുണ്ടയായിട്ട് അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു? ഇല്ല, കല്യാണം കഴിഞ്ഞ ശേഷമാണ്. കഴിഞ്ഞതിന് ശേഷമാണ്. അല്ലെ പെണ്ണിട്ടില്ല. പെണ്ണിട്ടില്ലായിരുന്നു. അന്ന് സൈസ് അത്രയില്ലെങ്കിലും നമ്മളുണ്ട്. പയ്യന അങ്ങനെ പയ്യനല്ല, അത്രയും പ്രായം കാര്യങ്ങളൊന്നും 20 വർഷം മുമ്പുള്ള ഉണ്ടാവുമല്ലോ. ചേട്ടനോട് പരിചയപ്പെട്ട് ആ ചേട്ടൻ പിന്നെ ആറാട്ടിന് പിന്നെ അങ്ങോട്ട് കയറി. ഞാനും അവൾ തന്നെയാണ്. പെട്ടെന്ന് അങ്ങോട്ട് കയറി കമ്പനിയാവും. എനിക്ക് ചേട്ടന് കലാഭവനിൽ വെച്ച് എനിക്ക് ചെറിയ പരിചയമുണ്ട്. കാരണം അത്ര പരിചയമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ വന്നു ചെറിയ പരിചയം എനിക്കുണ്ട്. അതൊക്കെ പറഞ്ഞ് കമ്പനി അടിച്ച് അവിടെ നിന്റെ വീട് ഞാൻ ചേട്ടൻ ഇങ്ങനെ 30 നാദേശോടെ കൊണ്ട് അടുത്താണോ നമ്മളത് അടുത്താണ്. ഏലൂരും അതൊക്കെ ഒറ്റ അടുത്താണല്ലോ. അങ്ങനെ പരിചയമായി. അപ്പം നീ അവിടെ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏലൂര് ഒരു ഷൂട്ടുണ്ടായി. എത്ര ദിവസം ഉണ്ടായി അവിടെ ഒടയോണിൽ നിങ്ങൾ ഒരുമിച്ച്? ഒരു ദിവസം കൊണ്ട് കമ്പനി ചേട്ടൻ നമുക്ക് ഒരു ഇതാണല്ലോ. നമുക്ക് എന്ത് സാധനം ഇവിടെ എത്ര പേരുണ്ടെങ്കിൽ നമ്മൾ മണിച്ചേനെ നോക്കിക്കോളൂ. കാരണം മണിച്ചേനെ ഹിറ്റ് ആക്കുന്ന സമയമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ മണിച്ചേർന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എങ്ങനെ ക്യാച്ച്, കാരണം മണിച്ചേനോട് സംസാരിക്കണം, മണിച്ചേനോട് കൂട്ടുപറണം, അങ്ങനെയൊക്കെയുള്ള മൈൻഡുള്ള ടൈമാണെന്ന്. മണിച്ചേട്ടൻ തിരങ്ങൂടെന്ന്. അപ്പൊ അങ്ങനെ കയറി വെച്ച സംബന്ധിച്ച് ചെന്ന് അങ്ങനെ സംസാരിച്ച് ഒറ്റ ഒരു 2-3 മണിക്കൂറോട് ഞങ്ങള് പരിചയപ്പെട്ട്. പിന്നെ നമുക്കും കുറച്ച് അന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് കൈകളിലേക്ക് ഉള്ളതിന്റെ പേരിൽ അതൊക്കെ പെട്ടെന്ന് ആവുമല്ലോ. അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ കിട്ടി. മനുഷ്യന് ആ ഒരു ബന്ധം ഭയങ്കര ഇഷ്ടമുള്ള ബന്ധങ്ങളാണ്. അപ്പോൾ അങ്ങനെ വാന്ന് പറഞ്ഞ് അങ്ങനെ ലോകനാഥൻ അയ്യേഴ്സ് നമ്മുടെ ഇവിടെ ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഇതിൽ വെച്ചിട്ട് അവിടെ ചെന്ന് പരിചയപ്പെട്ട് പരിചയം പുതുക്കി ഈ പറഞ്ഞ പോലെ തന്നെ അതിലൊരു വേഷം എനിക്ക് മണിച്ചൻ്റെ കൂടെ ആദ്യം വില്ലിൻ്റെ കൂടെ ചെയ്ത് മണിച്ചനെ വന്നപ്പോൾ മണിച്ചൻ്റെ കൂടെ ആക്കിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പിന്നെ അവിടെ നിന്ന് എനിക്കൊരു വെള്ളം തുറന്നു പറയാം. എനിക്കൊരു മെച്ചൻ്റെ ഉള്ളിലൊക്കെ പരിചയം നമുക്കില്ല. അവിടെ വെച്ചാൽ റഫീഖ് എന്ന് പറഞ്ഞ ഒരു ആളെയും പരിചയപ്പെട്ട്. പുള്ളി കോർഡിനേറ്ററായിരുന്നു. മരിച്ചുപോയി പാവം. ഒരു സുഹൃത്തായിരുന്നു. പുള്ളിയായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് തന്നെ കാണാൻ ലുക്കുണ്ടല്ലോ, നല്ല ലുക്കുണ്ട്, തനിക്ക് വിളിച്ചവരെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ വയ്ക്കണേ? പിന്നെ ഇത് ഏതാണ്ട് നമ്മള് പട്ടിണ വന്ന ചെക്കന് ചക്കക്കുടം കിട്ടുമല്ലേ, നമ്മൾ ചാടി വീഴാണ്. അങ്ങനെ പുള്ളി വിളിച്ച് കുറെ പടങ്ങളൊക്കെ നമ്മൾ അഭിനയിച്ചു. അങ്ങനെ IV ശശി സാറിൻ്റെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. ആ സീരിയലിലാണ് ഗുണ്ടയാവണം ആദ്യമായിട്ട്. അന്ന് ശശി സാറെ അവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടിക്കുന്നു. അവനെ അടിക്കാൻ 3 പേര് വേണം എന്ന് പറഞ്ഞാൽ അവനെ ഒരു വർഷം നായകൻ വരുമ്പോൾ തല്ലി മറക്കണതാണ്. അപ്പോൾ അവനെ വിളിക്കും. അവൻ സൈസ് ഉണ്ടല്ലോ, വണ്ണം പൊക്കെ വിളിക്കാൻ പറഞ്ഞു. എന്നെ വിളിച്ച് അത് അങ്ങനെ അടിയൊക്കെ കൊടുത്ത്, അന്നത് അത്ര വലിയ ഇതൊന്നും അല്ല, അടിയൊക്കെ കൊടുത്ത് സാറിന് ഇഷ്ടമായി. അവിടെ ഒരു തിലകക്കുറി വീണ് അവിടെ. പിന്നെ ഈ റഫീഖ് എന്ന് പറഞ്ഞ പുള്ളി എന്ത് ഇതുണ്ടെങ്കിലും എന്നെ വിളിച്ചുകൊണ്ട് വരുന്നതാണ്. അങ്ങനെ റഫീഖിനെ പുള്ളി വിളിച്ച് അങ്ങനെ ഷാജി ക്രാസ് സാറിൻ്റെ അടുത്ത് മിക്ക അടുത്ത് ഞാൻ ഉണ്ടാവും. ഇത് പെട്ട് സാറിൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ അടിയും കിടിയൊക്കെ ഉണ്ടാവണ. അങ്ങനെയാണ് അത് ചെയ്ത്. പിന്നെ ജോർജ് സാറിൻ്റെ ലയൺ സിനിമയിൽ ഞാൻ ചെല്ലുന്നു. അപ്പോൾ സാറിൻ്റെ പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സെലക്ഷൻ ഉണ്ട്. അതുപോലെ ഓഡീഷനില്ല, സെലക്ഷനാണ്. അപ്പോൾ ഗുണ്ടാ സെറ്റപ്പ് ആണെങ്കിൽ 10-40 പേരിങ്ങനെ നേരത്തെ നിർത്തും.
നേരത്തെ നിർത്തിയിട്ട് സാറും അവൻ വിളിക്കും ഇവൻ വിളിക്കും ഇങ്ങനെയൊക്കെയാണ് ലുക്ക് നോക്കിയിട്ട് ലുക്ക് ഉണ്ട്. അപ്പോൾ അവിടെ അതിലൊരു രണ്ടുപേരും മതി. അപ്പം എൻ്റെ കാതിലൊരു ചുവന്ന കമ്മൽ കിടപ്പുണ്ടായിരുന്നു, ചുവന്നത്. അത് ഈ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് തിളങ്ങുന്ന ഒരു സംഭവമായിരുന്നു. അന്ന് ഇത് മേടിക്കാനുള്ള കാശില്ല, അന്ന് ഏതാണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു തിളങ്ങുമായിരുന്ന സാധനം. അപ്പോൾ സാറിന് വന്നിട്ട് ആ കമ്മലിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. അത്ര ഇടയെന്ന് എന്നെ വിളിച്ച്. അപ്പോൾ നമുക്ക് അതിൻ്റെ സീരിയസ് മനസ്സിലാവണില്ല. ജോർജ് സാർ നമുക്ക് ഏത് കാണിച്ചാലേ പരിചയമുള്ള, നമുക്ക് നേരിട്ട് കാണുന്നതും പരിചയമില്ലല്ലോ. ജോർജ് സാർ സിനിമയിൽ ഡയറക്ടർ ജോഷിന്ന് ഏത് കാണിച്ചൊക്കെ പരിചയം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമുക്കറിയില്ല. സാറിനെ വിളിച്ച് അസോസിയേറ്റേഴ്സ് വന്നേ കൊണ്ടുവന്ന് എന്നെ വിളിച്ച് കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ഇട്ട് സാറിനോട് കാണിച്ച് ഓക്കെ. അപ്പോഴാണ് ഓരോരുത്തർ പറഞ്ഞത് ആരായിരിക്കണം അറിയാമോ, ഇത് മലയാള സിനിമയുടെ പുലിയാടാ മറ്റാണ് വർഷം പറഞ്ഞത്. അപ്പോഴാണ് അതിൻ്റെ സീരിയസ് ഞാൻ എൻ്റെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അങ്ങനെ അതിൽ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ രജിസ്റ്റർ ആവുന്ന പോലത്തെ ഒരു 5-8 സീനുണ്ട്. ഡയലോഗ്സിലെങ്കിലും പോലും അതിൽ ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു. ആക്ടിവിറ്റീസ് ഇഷ്ടംപോലെ കാവ്യം മതനോട് ചേർന്ന് മറ്റു മറിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് ഒറ്റയ്ക്ക് ഉള്ള സീൻ ഒരുപാടുണ്ടായിരുന്നു. ഫൈന ക്ലാസും കാര്യങ്ങളിട്ട് പിന്നെ അവിടെ നിന്ന് ഗുണ്ടാലിസ്റ്റിലായി നമ്മളൊരു അറിയപ്പെടുന്നത് മലയാള സിനിമയിലെ ഗുണ്ടാലിസ്റ്റിലേക്ക് സെലക്ട് ചെയ്ത്. പിന്നെ അവിടെ നിന്ന് ഈ റഫീഖ എനിക്ക് ഒരുപാട് മേടിച്ചു വന്ന് ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വിളിക്കാൻ തുടങ്ങും. നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് ഓരോരുത്തർ റഫീഖ ഷിബുവിനെ ഒന്ന് വിളിക്കുക, പേര് രജിസ്റ്റർ അങ്ങനെ രജിസ്റ്റർ കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് എടാ ഞാൻ നിന്നെ വിളിക്കില്ല, നീ നേരിട്ട് പോയിക്കോ. അപ്പോൾ റഫീഖ എനിക്ക് ഞാൻ എവിടെ ഷൂട്ട് എടുക്കുന്നൊക്കെ ഞാൻ ഇല്ലാതെ ഞാൻ വിളിച്ചു പറയാം, നീ പോയിക്കോ. അങ്ങനെ പുള്ളി വന്നാണ്ട് മാനേജർമാർക്കിൻ്റെ നമ്പർ കൊടുത്ത് ഞാൻ വിളിക്കാൻ തുടങ്ങി. ഡയറക്റ്റ് കോണ്ടാക്ട് സിനിമയിൽ നമ്മൾ പണ്ട് മനസ്സിൽ കണ്ട സ്വപ്നമൊക്കെ നടന്നു തുടങ്ങി. നേരത്തെ കോണ്ടാക്ട് ആവായിരുന്നു, പക്ഷെ എനിക്ക് ആ ഇതിൽ പോയില്ല. ഇദ്ദേഹം വിളിക്കുന്നുണ്ടല്ലോ, നമ്മള് വേറെ വഴി കൂടി ഒന്നും പോയില്ല. ഇദ്ദേഹം വിളിക്കുന്നുണ്ട്, ഇദ്ദേഹം നമുക്ക് മാന്യമായ ഫാമിലി തന്നെ ഉണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മര്യാദ കിട്ടുന്നുണ്ട്. സാധാരണ ജൂനിയർ ആർട്സ് ചെന്നിട്ടുണ്ടെങ്കിൽ ചായ വെച്ചിട്ടുണ്ട് പോയി വിളിക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമുക്ക് ചെല്ലുമ്പോൾ ചായ എടുത്ത് തരും. അവൻ ലുക്ക് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നില്ല, നമുക്ക് കൊച്ചിക്കാരന് ആയിരിക്കാം കൂടുതൽ. അങ്ങനെ സംഭവമുണ്ട്. അപ്പം അങ്ങനെ രജിസ്റ്ററായി. അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്ത് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇപ്പൊ സിദ്ദിഖിനോട് 2 പേര് ഷിബുവിന് അപ്പം തന്നെ അവിടെ എഴുതി വെക്കും. അതവിടെ പേരോടെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഒരുപ്പെട്ട മലയാള ബാക്കിയുള്ള എല്ലാ നടന്മാരുടെ കൂടെയും അഭിനയിച്ച് തോന്നുന്നു അല്ലേ? ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ സമ്മതം ഒരു ന്യൂജൻ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ എല്ലാവരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗുണ്ടയായിട്ട് അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു? ഇല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. പെണ്ണിട്ടില്ലായിരുന്നു. ഈ നമ്മളിപ്പോ പല സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മുടെ TG രവി സാർ ഒരു ഇന്റർവ്യൂല് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ എന്നെ കാണുമ്പോ പെണ്ണുങ്ങൾ ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ട് വൈക്കോലും കൊണ്ടുവന്ന പെണ്ണ് കച്ച താഴ്ത്തിട്ട് കരഞ്ഞുകൊണ്ട് ഓടിയിട്ടുണ്ടെന്ന്. പുള്ളി മുണ്ടൊക്കെ മടക്കി കുത്തി ഷൂട്ടിന്റെ ഇടയിൽ വെറുതെ പാടത്തേക്ക് കൂടി നടന്നതാ, TG രവിയാന്ന് വെച്ചിട്ട്. അപ്പൊ അതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു കല്യാണ വീടോ അല്ലെങ്കിൽ എന്തിനൊരു ഫംഗ്ഷൻ നമ്മുടെ അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല. നമ്മുടെ നാട്ടിലോ പള്ളിയിലോ ഒന്നും പ്രശ്നമില്ല. നമ്മൾ ചില പള്ളികളിലോ അല്ലെങ്കിൽ കല്യാണത്തിന് ചെല്ലുമ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ ആദ്യം നമ്മുടെ മിണ്ടാൻ ഭയങ്കര അല്ല, പുള്ളിയെ പ്രശ്നക്കാരനാണെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. അന്ന് സീരിയലൊക്കെ ഇഷ്ടംമാതിരിയാണ്. സീരിയൽ തട്ടിക്കൊണ്ട് നോക്കും, പെണ്ണുങ്ങളെ പിടിച്ചിട്ട് നോക്കി. ഇതൊക്കെ ആ സീരിയലിൽ ഏറ്റവും വലിയ കൊല്ലലും ഇതൊക്കെയാണ് സീരിയലിൽ ഇഷ്ടം. പറയാൻ മറന്നു കേട്ടോ, സീരിയലിൽ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ സീരിയലിൽ ഇങ്ങനത്തെ പെണ്ണുങ്ങൾ തട്ടിക്കൊണ്ട് നോക്കും, മറിച്ച് ഈ ഇവർക്ക് നമ്മൾ കാണുമ്പോൾ ഒരു പേടിയുണ്ട്, അതടുത്തേക്കൊന്നും വരില്ല. പിന്നെ സംസാരിച്ചൊക്കെ പിടിച്ചൊക്കെ പിന്നെ മേത്തൊന്നും അറിയില്ല, ആള് ശുദ്ധരാന്ന് മനസ്സിലാവും. റിയൽ ലൈഫിൽ എങ്ങനെ അത്യാവശ്യം അങ്ങനെ പ്രശ്നം നേരിട്ടൊക്കെ തള്ളണ്ടി വന്നിട്ടുണ്ട് ആരെങ്കിലും? പണ്ട് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് സുഹൃത്തൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ നമ്മൾ ഈ വിവാഹം കഴിച്ചു ശേഷമൊക്കെ അത് നമ്മളങ്ങ് ഇപ്പൊ ഒരുവിധമൊക്കെ മാറി പുതിയ ആൾക്കാർക്ക് എല്ലാവരും പ്രതികരിച്ചു തുടങ്ങിയല്ലോ. പേടിയായി. അതെല്ലാം ഓഡിഷൻ വെക്കണ വഴി ഉണ്ടായിരുന്നു. ഈ ഓഡിഷൻ വെക്കണ പരിപാടിക്കും ഇതൊക്കെ തന്നെ ആക്കാം, പല പെണ്ണുങ്ങളോടൊക്കെ നമ്പർ മേടിക്കുക, അതൊക്കെ കുറെ മാറി കിട്ടിയപ്പോ. അങ്ങനെ പെൺപിള്ളേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടീം ഒരുപാട് പെണ്ണുങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര്, എത്ര പേര് നമ്മോട് പറഞ്ഞിട്ടുണ്ട്.
ഇങ്ങനെ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യാം? ഒരു സിനിമ കോഴിക്കോട് സിനിമ കോഴിക്കോട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ദേവാനുഗ്രഹം എല്ലാവരോടും നമ്മൾ ഭയങ്കര കണക്ഷൻസ് ആവും. വർത്താനം പറഞ്ഞ് ചിരി കളിച്ച് കോമഡിയൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് വെള്ളം വേണമെങ്കിൽ മോനെ ചോദിച്ചു കുടിക്കണേ, മോനെ ഒരു വെള്ളം കൊടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും നമ്മളെ പോലെ കാര്യമായിരിക്കും. 2 പെണ്ണുങ്ങളോട് അഭിനയിക്കാൻ വന്നു വന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ടെല്ലാം കഴിഞ്ഞു. ഷൂട്ട് പകുതി വന്ന് ഇവരെ മോക്കം മാറി ഇതൊക്കെയാണ്. നമ്മൾ ചോദിക്കാൻ പോയില്ല, നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഇത് ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം എന്നെ വിളിച്ച്, ചോദിച്ചേട്ടാ മറ്റേ പടം റിലീസായിട്ടുണ്ടോ? ഞാൻ മുന്നേ അത് അടുത്ത മാസം 1-ാം തീയതി ഇറങ്ങോട്ടെ അത് പറഞ്ഞാണ്. ആ പടം വെറുതെ തൊലിഞ്ഞു പോകും ചേട്ടാ പടം. നമ്മൾ എന്താ മുന്നേ അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയുള്ളൂ ചേട്ടാ. ഞങ്ങൾ 2 പേരും ഇയാൾ ദിവസങ്ങളോട് ഉപയോഗിച്ച് നല്ല സീൻ തരാൻ പറഞ്ഞുണ്ട്. സീനും ഇല്ല, പൈസയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അതൊന്നും പറഞ്ഞില്ല, നല്ല വേഷം തരാമെന്ന് പറഞ്ഞല്ല ചേട്ടാ, മാന്യമായ കാശും തരാമെന്ന് പറഞ്ഞത്. കാശും ഇല്ല, സീനും ഇല്ല. ആ പടം തൊലിഞ്ഞു എന്ന് പറഞ്ഞു. നമുക്കൊക്കെ വിഷമമാണ്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട പടം ഇരുന്ന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഈ ക്രിമിനേഡിയുള്ള കുറച്ച് പേര് ഒരുപാട് പേരുണ്ട്. കാരണം ഈ പെൺകുട്ടികളെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേഷം കിട്ടുമല്ലോ. അപ്പം അവർ പറഞ്ഞ ചേർന്നല്ല, അത് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞിട്ട് പോന് ഒരു സിനിമയിലില്ല. അങ്ങനെ ഒരുപാട് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നല്ലൊരു വേഷം കിട്ടാൻ വേണ്ടിയാണ് പിള്ളേർ ഇതിനൊക്കെ സമ്മതിച്ചത്. പിള്ളേർ ഇത്ര പ്രായമുള്ളവരാണ്. പക്ഷെ അവിടെ ഉപയോഗം കഴിഞ്ഞപ്പോൾ അവർ വിട്ട്, വേഷമില്ല, പൈസയില്ല. അപ്പം അവരുടെ ശാപം, സ്ത്രീശാപം ഭയങ്കര സംഭവമാണ് സിനിമയിൽ. തീർച്ചയായിട്ടും അതൊക്കെ ആ പടത്തിനെ ബാധിച്ചു. ആ പടം ഏതാണ്ട് 1-2 ദിവസം ഓടിയുള്ളൂ, ആളിലാണ്ട് എടുത്ത് മാറ്റി ചെയ്ത പടം. ഇതൊന്നും ചിലപ്പോൾ ഇതൊന്നും ഇതിൽ അഭിനയിക്കാൻ വരുന്ന മെയിൻ നടന്മാരോ അറിയില്ല, ഫണ്ട് ഇറക്കുന്നവരോ ഒന്നും അറിയുന്നുണ്ടായിരിക്കില്ല. പ്രൊഡ്യൂസറേ ഉണ്ടാവില്ല, ചെയ്യുന്നുണ്ടാവില്ല, ഡയറക്ടറേ ഉണ്ടാവില്ല. ഇതിന്റെ ഇടയിൽ ആൾക്കാർ വരെ ഉണ്ട്. ഇതിന്റെ ഇടയിൽ ആളുകൾ വരെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞു നേരത്തെ, പ്രൊഡ്യൂസറുടെ മെയിൻ ആള്, പ്രൊഡ്യൂസറുണ്ട് ഇവനുണ്ടാവും. ആ കൂടെ നടക്കുന്ന ആളായിരിക്കും ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യാന്നും പറഞ്ഞു. അവനതല്ലെങ്കിൽ അടുത്ത പടം ചെയ്യാൻ വേണ്ടി ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കും. അടുത്ത ഇടയിൽ ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിക്കേണ്ട അതാണ്. ഒന്നിലും ഡയറക്റ്റ് പ്രൊഡ്യൂസറോടോ ഡയറക്ടറോടോ സംസാരിക്കുക. കൂടെ നടക്കുന്ന ഈ ഇടനിലക്കാരെ വിശ്വസിക്കരുത്. അറിയില്ല, അതൊക്കെ അവർക്കറിയില്ല. ഇവര് പ്രൊഡ്യൂസർ അറിയണില്ല. ആ പടത്തിന്റെ പ്രൊഡ്യൂസർ പാവം മനുഷ്യനാ. അയ്യോ, എനിക്ക് അത്യാവശ്യം അറിയുന്ന ആളാണ് ഡയറക്ടർ. അതെ, ഈ ശാപം കിട്ടിയത് ഈ പെണ്ണ് കരഞ്ഞെന്ന് പറഞ്ഞത് ആ പടം ഇങ്ങനെ ആയി പോകും ചേട്ടാ. കാരണം അത്രയും ഞങ്ങളെ ദിവസങ്ങളോളം, ഒരു ദിവസമൊന്നും അല്ല, ഒരാളൊന്നും അല്ല. അയ്യോ, കാരണം ഇവന് അടുത്ത പ്രൊഡ്യൂസർ ഉണ്ടാക്കാൻ വേണ്ടി. എന്തുകൊണ്ട് ഇവരൊന്നും പിന്നെ കേസ് കൊടുക്കുന്നില്ല? ആർക്കൊരു കേസ് കൊടുക്കണേ? ഈ സോഷ്യൽ മീഡിയ തന്നെ ഒരു പ്രശ്നം തന്നെ ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കി വെറുതെ സോഷ്യൽ മീഡിയ വെറുതെ കയറി പോവില്ല. ആർക്ക് ഒരു ഇതെടുക്കുന്നുണ്ടോ? 2 ദിവസം ഉണ്ടാവും. ഈ പെണ്ണ് നാറി പിന്നെ ഈ പെണ്ണിന് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. മക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഹസ്ബൻഡിന് പുറത്തിറക്കാൻ പറ്റില്ല. പേടിച്ചിട്ട് നമ്മുടെ അങ്ങനെ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവണത് തന്നെ. ഈ ആണുങ്ങൾക്കും പറഞ്ഞ പോലെ തന്നെ ചതിയപ്പെട്ട് പോകണുണ്ട്. ആണും ചതിയപ്പെട്ട് പോകുന്ന ആളുകളുണ്ട്. പെണ്ണുങ്ങൾ അങ്ങനത്തെ ഫ്രോഡ് പെണ്ണുങ്ങളുണ്ട്. 100 പെണ്ണുങ്ങൾ അഭിനയിക്കാൻ വരുമ്പോൾ അതിലൊരു 50 പെണ്ണുങ്ങൾ മാത്രം നല്ലതിൽ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഇതിനു വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. ചതിപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെ അവർ പറഞ്ഞ കാര്യം നടത്തി കൊടുത്തിട്ടുണ്ടാവില്ല. റീചാർജ് തുടങ്ങണത് നമ്പർ വാങ്ങിച്ചിട്ട് ചേട്ടാ ഒരു 200 റീചാർജ് ആദ്യമേ തുടങ്ങാം. നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് റീചാർജ് പറയൂടാ, റീചാർജ് പറയും. പിന്നെ പൈസ വയ്ക്കും. അമ്മാൻ്റെ നമ്മളെ കല്യാണമായിട്ട് ചൂതാൻ വേണ്ടിച്ചാൽ 2000 രൂപ 2000 കൊടുക്കും. അത് തിരിച്ചു വയ്ക്കുമ്പോൾ കൊള്ളാത്തവനായി. സിനിമ വലിയൊരു സംഭവം തന്നെയാണ്. എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഇപ്പൊ ഈ പുതിയ തലമുറ വന്ന പിന്നെ ഇതിന് വലിയ പ്രാധാന്യം ഇല്ലാണ്ടായി. മനസ്സിലായ? പുതിയ തലമുറ അവർക്ക് നേരമില്ല. നിനക്ക് ഇഷ്ടം അഭിനയിച്ചാൽ മതി. ഒരു ചാൻസിന് ഇപ്പൊ വേണ്ട. ഇപ്പൊ ഒരു മൊബൈൽ കണ്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് ഇറക്കാം. 2 റീൽസിന് ഞാൻ ഫേമസ് ആയി. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണ് ഇഷ്ടമുണ്ടെങ്കിൽ കിടന്നായി. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഒന്നും പഴയ പോലത്തെ ഒന്നും വേണ്ട. കാലഘട്ടം അങ്ങനെയായി. ഫോഴ്സ് ചെയ്യുന്ന പരിപാടികളൊക്കെ പോയി. ഇല്ല, നിനക്കൊരു വേഷം തരാം, നീ എൻ്റെ കൂടെ പറഞ്ഞു, നീ പോകാനായിരുന്നേക്ക് അങ്ങനത്തെ വേഷം എനിക്ക് വേണ്ട. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കൂടെ വരാം. നീ വേഷം തരാൻ പറഞ്ഞ് ഞാൻ വിളിക്കണ്ട, എനിക്ക് എൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാവരും ഇഷ്ടംമാരെ വേഷം ഉണ്ട് ഇവിടെ.
സാധ്യതകൾ സാധ്യതകൾ ഒരുപാടായി. ഓക്കെ ഓക്കെ ഓക്കെ. സിനിമ ഒരുപാടായില്ല. ഇപ്പൊ സിനിമ അഭിനയിക്കുന്നേക്കാൾ അല്ല, സിനിമ കാണുന്നേക്കാൾ കൂടുതൽ ആളുകൾ അഭിനയിക്കുന്നുണ്ട്. അതെ അതെ തീർച്ചയായും ഒരുപാട് പേര് എല്ലാവർക്കും ചാൻസ്. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ തിയേറ്ററിൽ പോയി നോക്കിക്കോ, റിലീസിന് പോയി നോക്കിക്കോ, ആ കാണാൻ പോകുന്ന കമ്പനിയിൽ ഒരു 60% ആൾക്കാരും അല്ല അഭിനയിച്ച ആൾക്കാരായിരിക്കുള്ളൂ. സത്യം. ഫസ്റ്റ് ഡേ തിയേറ്ററിൽ. അത് ശരിയാ ശരിയാ. ഇത് ചേട്ടാ എനിക്ക് വേറെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഷൂട്ട് നടക്കുമ്പോൾ ഈ പബ്ലിക്കിലെ ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒത്തിരി പേരുണ്ട്. പല സ്ഥലങ്ങളിലും. ഈ സിനിമക്കാരോടൊരു മുട കാണിക്കുന്ന ഒരു ടീമുണ്ട്. അതും പോരായിട്ട് അവിടെ ഗുണ്ടകളായിട്ട് നമ്മളൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ വെക്കിട്ട് കയറാൻ ആരെങ്കിലും വരാറുണ്ടോ? ഇല്ല ഇല്ല, നമ്മൾ ചിലപ്പോൾ നമ്മോട് ഭയങ്കര കാര്യമായിരിക്കും. നമ്മളോട് ഒരു ഭയങ്കര കാര്യമായിരിക്കും. തൊടുപുഴ വെച്ചിട്ട് ഒന്നാമത്തെ കാര്യം, ഈ നടിമാരെ കാണുമ്പോൾ ചില ആളുകളുണ്ട്, അവർ വേറൊരു അർത്ഥത്തിലേ കാണുള്ളൂ ഈ നടിമാരെ. അടി ഇടി വെടി എന്നുള്ള അതിൻ്റെ അർത്ഥം. സിനിമ അങ്ങനെയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ആൾക്കാർ കാണുന്നത്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഈ കുറെ കാർന്ന് മറി തൈക്കളവന്മാർ ഉണ്ട്, അവര് വന്നോണ്ട് ഈ പെണ്ണുങ്ങളെ എന്നാ ഉറങ്ങിയില്ല അങ്ങനത്തെ ഒരു രീതിയിൽ ആ വിവരം വിദ്യ ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതൽ അങ്ങനെ സംശയിക്കുന്നത്. അങ്ങനെയൊക്കെ വന്ന് പടം നിർത്തിയേക്കൊണ്ട് ആവശ്യമൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇവര് അവിടെ നിന്ന് കമന്റ് പറയുമ്പോൾ അഭിനയിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറയും, ഇന്നലെ ഉറങ്ങിയില്ല എന്താ പരിപാടി, ഇങ്ങനത്തെ ഇഷ്ടംമാർ ആളുകൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ രംഗത്തേക്ക് ഇറങ്ങും. ചേട്ടാ ചുമ്മാ ഇരിക്കട്ടെ, അത് ചെയ്ത് പോട്ടെ, നീ ആരാ, നിന്റെ മംഗളായിട്ടാണത്, എന്തു പറയാനാണ്. നമ്മുടെ മുപ്പത്തടത്തെങ്ങാനും വന്നിട്ട് 30 വേണ്ട, എറണാകുളത്ത് അത് വേറെ നമുക്ക് ആരത് കാണിച്ചു കൊടുക്കാം. എറണാകുളം സിറ്റിയിൽ നമുക്ക് നടക്കൂല, മാർഗം പറയാം. നമ്മള് അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ഒരു ഓടാൻ പറ്റില്ല, തൊടുപുഴയാണ്, എല്ലാ സെറ്റിലും ഒക്കെ എവിടെ മലയാണ്, ഓടിയെത്തൂല. അതെ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇഷ്ടംമാരെ പ്രശ്നങ്ങളുണ്ട്, അലമ്പുണ്ടാക്കുന്ന ആൾക്കാർ. പിന്നെ ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കാം, ചേട്ടാ നമ്മുടെ എരിയണ്ട, നമുക്ക് അടിക്കേണ്ട കാശ് തന്നെ, മര്യാദ. അത് മര്യാദ. അപ്പൊ ഞാൻ മോനെ ചെറിയ പറയണ എന്നാ ചേട്ടാ ഒരു, കാരണം അവർക്ക് അടിക്കാൻ അവരുടെ കാശ് ആയതുകൊണ്ടല്ല, അത് സെറ്റിൽ നിന്ന് വേറെ മേടിക്കാൻ കാശ് കിട്ടുമ്പോ അതിന് ഒരു സന്തോഷം. ഞാൻ അവിടെ തന്നിട്ടെ, പിന്നെ അത് കൊടുത്തിട്ട് അവരെ ശല്യം നമ്മുടെ ആളായി. പിന്നെ നമ്മള് അങ്ങനെ കുറെ നാട്ടുകാരെ കയ്യിലാക്കാൻ. അത് ചില ഈ പ്രൊഡക്ഷൻ കൺട്രോളർ അവന്മാര് ഭയങ്കര വില്ലന്മാരാ. ഇപ്പൊ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോ അവിടുത്തെ പ്രശ്നക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അതറിയാൻ പറ്റും. അപ്പൊ അവര് ചേട്ടാ എവിടെയായിരുന്നു അന്വേഷണം നേരത്തെ വന്ന് ഇരിക്കുക, പിന്നെ ചായയും കൊടുത്താണ് ചോറും കൊടുത്തപ്പോ അവൻ്റെ അവിടെ സാറായി, സമാധാനമായി അവന്. പിന്നെ നായകന്മാരുടെ കൂടെ ഒക്കെ വർത്തമാനമൊക്കെ പറഞ്ഞപ്പോ ജനങ്ങളുടെ മുമ്പിൽ ഇവൻ വലിയ ആളായി, പിന്നെ അവൻ നോക്കിക്കോളും. അടിക്കണ കാശും കൊടുത്ത് ആ സന്തോഷമായി. ചില വില്ലന്മാരൊക്കെ അങ്ങനെ ഒതുക്കാറുണ്ട്. പ്രശ്നങ്ങൾ എവിടെ ചെന്നാലും സിനിമാക്കാരെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വരും കാശ് മേടിക്കാനായിട്ട് ആൾക്കാരെ അവിടെ ചെല്ലുമ്പോൾ. പിന്നെ ഇപ്പൊ കുറവാണ്, ഇപ്പൊ ഞാൻ നേരമില്ല. ഓക്കെ, ഞാൻ ഇത്രയും നാള് സിനിമയിൽ അഭിനയിച്ചിട്ട് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് എന്താണ് കിട്ടിയത്? സംഭവം കഴിഞ്ഞൊരു പടത്തിലാണ് എനിക്കൊരു നല്ലൊരു വേഷം ഓഫർ ചെയ്ത് ഞാൻ ചെന്ന്, തലേ ദിവസം എനിക്ക് ഡയലോഗ് അയച്ചു തന്നു, വാട്സാപ്പിൽ അയച്ചു തന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം അത് പഠിച്ച്, കാണാപ്പടം പഠിക്കാൻ പറ്റില്ല, പടം പഠിച്ച് പറയാൻ പറ്റില്ല, നമ്മൾ പഠിച്ച പോലെ പറഞ്ഞ കളയും. അപ്പോൾ അതിൻ്റെ കേസിന് രൂപകളൊക്കെ മനസ്സിലാക്കി അവിടെ ചെന്ന് സീനൊക്കെ റെഡിയായി. സീൻ ഞാൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സീനിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഡയലോഗ് വേറെ വേണം തന്നെ എനിക്ക്. അപ്പോൾ നമ്മൾ ഇതല്ല എനിക്ക് ഡയലോഗ് വന്നു, അല്ല ചേട്ടാ ഇത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കുഴപ്പമില്ല, ഈ ഡയലോഗ് ഞാൻ പറയാൻ ശരിയാവണല്ലോ എനിക്ക്, കാരണം എനിക്ക് തന്ന ഡയലോഗ് അല്ലല്ലോ തന്നത്. ഇത് തന്നെ ഇത് പിടിപ്പിക്കുന്നത് ചേച്ചി അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം വന്ന് എന്നെ ബൂസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ചേട്ടാ ഇത് നിങ്ങൾ നേരത്തെ തന്ന ഡയലോഗ് അല്ല ഇത്, ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ നമുക്ക് വേറൊരു വേഷം ചെയ്യാം, ഇത് വേറൊരാൾക്ക് കൊടുക്കാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വിഷമം തോന്നിയില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ അങ്ങനെയാണ്. കാരണം കോടികൾ മുടക്കിയിട്ട് പടം ചെയ്യുമ്പോൾ ഒരു സീൻ ഞാൻ ചേട്ടൻ ശരിയല്ലെങ്കിൽ എന്നെ മാറ്റിയേ പറ്റൂ. അവിടെ ഞാൻ വലുതല്ല, അവിടെ സിനിമയാണ് വലുത്. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ ഇത്രയും പേരും കൂടി ഒരു സാധനം ചെയ്യുമ്പോൾ ഒരാൾ തെറ്റിച്ച സീൻ അലമ്പായി, ബാക്കി നിങ്ങൾ 3 പേര് എത്ര നന്നായിട്ട് ചെയ്യും കാര്യമില്ല. ഞാൻ തിരിച്ച സീൻ അലമ്പായി. അപ്പോൾ ഡ്രസ്സ് മാറിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ഓക്കെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങോട്ട് വന്ന സമയത്ത് എവിടെയും നമുക്കൊരു കൂട്ടുകാരൻ ഉണ്ടാവുമല്ലോ, ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞു, ചേട്ടാ അത് ചേട്ടൻ്റെ ഇത് ഡയലോഗ് പ്രസൻസ് തെറ്റുകൊണ്ട് മാറ്റിയതല്ല,
അവിടെ വേറൊരാൾ വന്നിട്ടുണ്ട്. അത് ചേർന്നേക്കാളും കുറച്ചും ലുക്ക് ഉണ്ടായേക്ക് ഈ സീൻ ചെയ്യാനായിട്ട്, കുറച്ചും കൂടി വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാറ്റാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇത്തിരി വിഷമം തോന്നി. ഞാൻ ഡയറക്ടറെന്ന് പറഞ്ഞു, സാർ അത് ഒരു വാക്ക് പറയാമായിരുന്നു എന്നോട്. സാർ സീനം മാറ്റിയതിന് എനിക്ക് വിഷമമില്ല, കാരണം അത് സിനിമയാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ വേറൊരാൾ വന്നപ്പോൾ എന്നെ മാറ്റിയത് എനിക്കിത് വിഷമമായിട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാൻ എന്നാൽ പടം ഇന്ന് ഇറങ്ങിയിട്ടില്ല. ആ പടം ഇന്ന് ഇറങ്ങിയിട്ടില്ല, കൃത്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്തു. ആ പടം ഇന്ന് ഇറങ്ങിയിട്ടില്ല. അതിനുശേഷം ആ പുള്ളി പടം ചെയ്ത് മുമ്പ് തൊലിഞ്ഞു പോയി. അതെൻ്റെ കൊണ്ടല്ല, അങ്ങനെ ഒരാളോടും അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലെ വ്യക്തമായിട്ട് പറയണം, ചേട്ടാ ഇത് ചേട്ടൻ ചെയ്തിട്ട് ശരിയാണല്ല, അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അടുത്ത് ഷോട്ട് ചെയ്യാം. അങ്ങനെ ഒരാൾ ശരിയായ ആളെ വേദനിപ്പിച്ചുകൊണ്ടായിരുന്നു. പറഞ്ഞാൽ മതി, ചേട്ടാ ഇങ്ങനെ വേറെ ആൾ വന്നിട്ടുണ്ട്, ആ സിനിമയെ കൂടെ ചെയ്യിപ്പിക്കാൻ, ചേട്ടൻ വേറെ സംബന്ധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സിനിമ ഇതല്ലേ, സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം എൻ്റെ അപ്പനൊന്നല്ല പ്രൊഡ്യൂസർ. വലിയൊരു വലിയ 10 ദിവസം ഉണ്ടായിക്കൊണ്ടുന്ന ആള് സിനിമ ചെയ്യുമ്പോൾ അത് എനിക്ക് ഒരു വിഷം തന്നെ നിർബന്ധമൊന്നുമില്ല. എനിക്ക് കഴിവുണ്ടെങ്കിൽ എന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിച്ചാൽ അതിനകത്ത്. തീർച്ചയായിട്ടും. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി വരണം. അത് വേറെ ആൾ വന്നും പറഞ്ഞോണ്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യണത് തുല്യമായി പോയി. കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതെ, നന്നായിട്ട് ശരിക്ക് ചേട്ടൻ ഈ പഴയ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ ന്യൂ ജനറേഷൻ ആർട്ടിസ്റ്റുകൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണോ കംഫർട്ട്? അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അല്ല, പഴയ ആർട്ടിസ്റ്റ് നമുക്കൊക്കെ അന്നും ഇന്നൊക്കെ പുതിയ കുപ്പിൽ വീഞ്ഞാണ്, അങ്ങനെ അറിയാലോ. രണ്ട് ഇതിൽപ്പെട്ടതാണ്. കാരണം നമുക്ക് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത്രയും തഴക്കവും പഴക്കമുള്ള ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അഭിനയം പഠിച്ചിട്ട് വന്നതാണ്, ആക്ടിങ് കോഴ്സ് പാസ്സായിട്ട് വന്നതാണ് 100 പേരൊക്കെ. അപ്പോൾ ആ ഒരു ഇത് അവർക്ക് ഉണ്ടാവും. പക്ഷെ അവർക്ക് കുറച്ച് ഞാൻ ഭയങ്കര ആക്ടറാണെന്നുള്ള ചിന്ത അവർക്കുണ്ട്. ഞാൻ ഭയങ്കര ആക്ടറാണ്, നമ്മളെ പഠിപ്പിക്കാർ നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. പിന്നെ നമുക്കറിയാലോ ഇത് എങ്ങനെ പോണെന്നൊക്കെ നമുക്ക് അറിയാം ഇതെങ്ങനെ. അപ്പം നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. പക്ഷേ അച്ചടക്കത്തിൻ്റെ ഒരുപാട് പ്രശ്നമുണ്ട്, നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത് അച്ചടക്കത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഇവരെല്ലാം ഒറ്റ കമ്പനി ആയിരിക്കും. വൈകുന്നേരം ബീറടിക്കുന്ന കമ്പനികളാണ്. പക്ഷെ ആ കമ്പനി സെറ്റ് കാണിക്കാൻ പാടില്ല. ഇത് സിനിമയിലും വരും. സിനിമയെ ബാധിക്കും. ഒരു അക്ഷമണ കേൾക്കില്ല, ഇങ്ങോട്ട് വെച്ചാൽ അങ്ങാട് ഓടും. തമാശകൾ, ഒരുപാട് തമാശകൾ, അങ്ങനെ കളിയാക്കില്ല, അതൊക്കെ സിനിമയെ ബാധിക്കും. എല്ലാവരും എല്ലാവരും ഇപ്പം നിങ്ങളൊക്കെ ശരിക്കും സ്കൂളിൽ നിന്ന് പഠിച്ചു വരുന്ന പോലെയാണ് സിനിമയിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഡയറക്ടർ പറയുന്നു, അച്ചടക്കത്തോടുകൂടി കേൾക്കുന്നു, എത്രയും പെട്ടെന്ന് ഷോട്ടുകൾ. ഇവിടെ വരുമ്പോൾ ആ ഒരു സാധനത്തിലേക്ക് സിങ്ക് ആവണില്ല. നമ്മൾ ഈ ടേബിൾ മാനേഴ്സ് എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെറ്റിലൊരു മാനേഴ്സ് ഉണ്ട്. നമ്മ വന്നിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഡയറക്ടർ സംസാരിക്കുമ്പോഴും അതില്ല എന്ന് ഞാൻ തീർത്തു പറയും. കാരണം അതില്ല, കാരണം അതിപ്പോഴത്തെ പിള്ളേർക്ക് അറിയാൻ പാടില്ല. അവരാ വൈകുന്നേരം ബിരടിക്കുമ്പോൾ ആ കമ്പനിയാണ് ഇവിടെ വന്ന് കാണിക്കുന്നത്. അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ, അതൊക്കെ നഷ്ടം പറ്റുന്ന പ്രൊഡ്യൂസറിനാണ്. ചിലപ്പോൾ ഒരു സീൻ ഒറ്റ ദിവസം തീർന്നു വരില്ല, ഇന്ന് തീർക്കുന്ന സീനായിരിക്കും. ആ സീൻ ഇന്ന് തീർന്നില്ല, എൻ്റെ കട്ട് ഷോട്ട് നാളെ ഉണ്ടെങ്കിൽ ആ തീരുമ്പോൾ 10 ഞാൻ തീരുമ്പോൾ മനസ്സിലായോ. ചിലപ്പോൾ ഇന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ തീരുന്ന സിനിമയാണ്, ഷോട്ടാണത്. ലൈറ്റ് പോയി അത് നാളെ എടുക്കുമ്പോൾ 3 മണിക്കൂറാവും. അത്രയും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതാണ് ഈ ജനറേഷൻ വ്യത്യാസങ്ങൾ. സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പണ്ട് പോലെ ഉണ്ടല്ലോ. ഒരുപാട് വില്ലന്മാരായിട്ട് വന്നവർ, ഗുണ്ടകളായിട്ട് വന്നവരൊക്കെ നടന്മാരായി മാറുന്നൊരു കാലഘട്ടമാണ്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കോള് പ്രതീക്ഷിക്കുന്നില്ലേ? അത് വലിയ ചോദ്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ലൊരു വേഷം നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. കിട്ടി നമ്മൾ ചെയ്യും, കിട്ടുന്ന താല്പര്യമുണ്ട്. ഒരു ബോണസ് ആയിട്ട് കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇപ്പം നമ്മളെപ്പോലെ ഒരാള് നല്ലൊരു വേഷം വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോണസാണ്. കാരണം ഇനി ഫൈറ്റിങ്ങുകളൊക്കെ കുറവായിരിക്കും. കാരണം ഇപ്പൊ പുതിയ തലമുറകൾ ഇഷ്ടമാര് വന്നോണ്ടിരിക്കുക. അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വലിയ ഇതായിട്ട് പറഞ്ഞല്ല, ഇന്നിപ്പോൾ ഞാൻ ജംഗ്ഷനിൽ പോകുന്ന
ജനങ്ങളെ തിരിച്ചറിയുന്ന പോലെ ഇന്നത്തെ പിള്ളേർ തിരിച്ചറിയില്ല. യൂത്തിൻ്റെ ആൾക്കാർ മാത്രമേ തിരിച്ചറിയുള്ളൂ. ഓക്കെ ഓക്കെ, ഞാൻ പറയുന്ന സാറിന് ഇത് പുതിയ തലമുറ ഒരു നല്ലൊരു വേഷം ചെയ്ത ഒരാളെ ചെന്ന് റോഡിൽ നിന്ന ആൾക്കാർ തിരിച്ചറിയണമെന്നില്ല. ഇഷ്ടംമാരാണ്. പക്ഷെ നമ്മളെപ്പോഴത്തെ ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ ചേട്ടൻ മറ്റേ സിനിമയുടെ ആളല്ലേ. ചില ആൾക്കാർക്ക് സംശയമായിരിക്കും, ഈ പുള്ളി ഇവിടെ കണ്ടോ, ഇത് ക്രിമിനലാണോ, പീഡന കേസിന്റെ പ്രതിയാണോ, അറിയാം എന്ത് ഇവിടെ കണ്ടുണ്ട്. നമ്മൾ രൂപമാറ്റം വരുമ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചിലർക്ക് സംശയങ്ങളാണ്, ഇവിടെ എന്താ ഐഡിയ ഇല്ലാത്ത സംശയങ്ങളാണ്. ഇപ്പോൾ വിശാലിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് തമിഴിൽ. മലയാളത്തിലും തമിഴിലും നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസം എന്താണ്? വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇവിടുന്ന് നേരെ പൊള്ളാച്ചിയിൽ ചെന്നിറങ്ങി. നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ ചായക്കടയ്ക്ക് ചാടിക്കാരുണ്ടെങ്കിൽ ആ ചായക്കടക്കാരൻ അവിടെ ഇങ്ങനെ ഡേ പോടാ അങ്ങനെ മറ സാർ ഉക്കാറ് സാർ നിങ്ങൾക്ക് സാർ ടീ വേണമ്മ ടീ ഒന്ന് സാർ ബണ്ണ് വേണം അത് തരും. നമുക്ക് അത്രയും ഇത് വരും. നേരെ മറിച്ച് നമ്മൾ ഇവിടെ ആണെങ്കിൽ തമിഴ് വന്ന് എന്താ എനിക്ക് വേണ്ടതായിരിക്കും. അവനെ മാറ്റി നിർത്തും. അതാണ് മലയാളം തമിഴ് വളരെ വ്യത്യാസം. അവരെ സാറേന്ന് വിളിക്കുള്ളൂ, ആരെയും സാറിന് വിളിക്കുള്ളൂ. ഭയങ്കര റെസ്പെക്റ്റും. അത് അവിടെ ചെന്നാൽ പിന്നെ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് പദവി ഉണ്ട്. ക്യാരവണൊക്കെ തരുമായിരിക്കും, നമുക്ക് ക്യാരവണൊക്കെ തരും. പിന്നെ അത് അതിനകത്ത് വേണ്ടി നമ്മൾ ഈ പട്ടീനെ കൂട്ടിട്ട് പോലെയാണ്. പിന്നെ ക്യാരവൻ വലിയ പാടാണ്, നിങ്ങൾ വിചാരിക്കണമെന്നല്ല. എല്ലാവരും പറയും ഈ ക്യാരവൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ. നമ്മൾ ജയിലിട്ടണ പോലെയാണ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. ഇറങ്ങി അപ്പൂര് ചേട്ടാ ഉള്ള സാർ ഉള്ള സാർ ഞാൻ കൂപ്പറായി മനുഷ്യന്മാരെ കാണാൻ പറ്റില്ല. നമുക്ക് പറ്റുമോ? ഉറങ്ങി അടങ്ങേറോ അതിൻ്റെ അത് ഇരുന്നുണ്ട്. ഇരുന്ന് ഇരുന്നാവും. പിന്നെ കുറച്ച് കണ്ണും മോക്കം അല്ലാണ്ടാവും. അങ്ങനെ ആവാൻ പാടില്ല, കണ്ടിന്യൂറ്റി പോവില്ലേ അങ്ങനെ. പിന്നെ അവര് സാറിനെ വിളിച്ച് നമ്മളെ ഫുഡ് കാര്യങ്ങളും ട്രീറ്റൊക്കെ അവിടെയാണ് ഏറ്റവും നല്ല. പൈസ ആയാലും എല്ലാം അവർ തന്നെയാണ്. പിന്നെ വണ്ടി കറക്റ്റ് നമ്മളെ വണ്ടി കൊണ്ട് റൂം കൊണ്ടാക്കും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങാടും ഇങ്ങാടൊന്നും പോകാൻ വിളിക്കാനൊന്നും പറ്റില്ല. അവരുടെ കീഴിലായിരിക്കും. കാരണം നമുക്ക് എന്തിനാ പറ്റി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ അതേപോലെ കൺവെർട്ടൊന്നും മാറ്റില്ല. ഇപ്പൊ എല്ലാ നടന്മാരും കാണുമ്പോൾ എന്തായാലും ഇത്ര വർഷമായിട്ടുള്ളതുകൊണ്ട് ആ ഒരു സലാം അതുകൊണ്ട് അതൊക്കെ വലിയ കാര്യം. ഇപ്പം നമ്മളിപ്പോൾ ദിലീപേട്ടൻ്റെ ഒക്കെ ചേർന്നൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എപ്പോഴും സിനിമ, സുരേഷിന്റെ സമയത്തൊക്കെ എപ്പോഴും പടമില്ല, നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ ദിലീപേട്ടനൊക്കെ നല്ല മനുഷ്യനാണ്. തിരിച്ചു വരും, പുള്ളിയൊക്കെ തിരിച്ചു വരുന്ന. കാരണം ഞാൻ അതിലൊന്നും പോണില്ല ഞാൻ പറഞ്ഞ പുള്ളിയൊക്കെ അതിന് മൊത്തം അനുഭവിച്ച് പുള്ളിയൊക്കെ തിരിച്ചു വരും. എങ്ങനെയാണ് സെറ്റിലെ ദിലീപേട്ടനൊക്കെ നമ്മളോട്? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നിപ്പോൾ നമ്മളൊക്കെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ വർഷം കഴിച്ചോ എപ്പോൾ ഒന്ന് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം, എന്തായാലും അറിയാം. അപ്പോൾ നമ്മളിപ്പോൾ എന്തും ചോദിച്ച കൃത്യമായിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അഭിനയിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാരണം പുള്ളിക്ക് എന്തോ വലിയൊരു ഫ്രണ്ട് ഉള്ള പോലെ നമ്മൾ സംസാരിക്കും. അത് കണ്ടോ അപ്പോൾ പോയി ഇതാണ്ട് ഇത് ഞങ്ങൾ ആന്ധ്ര ചെയ്യുമ്പോൾ കടലിലാണ്, ഞാൻ ബോട്ടിനകത്തുണ്ട്. അപ്പോൾ ദിലീപേട്ടൻ്റെ ബോട്ടിന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക്. അപ്പം മണിക്കൂറോ ഞങ്ങൾ കുറേ ഇങ്ങനെ സംസാരിച്ച് ഒരു വേറെ വിഷയങ്ങളൊന്നുമല്ല, കടലിൻ്റെ കാര്യങ്ങൾ ഇതിങ്ങനെ. അപ്പം നമ്മൾ ഭയങ്കര ഫ്രണ്ട് അതുപോലെ ഒക്കെ നമ്മൾ സംസാരിക്കുന്നതാണ് ദിലീപേട്ടൻ. പിന്നെ അങ്ങനെ ഓരോ പ്രശ്നം വന്നപ്പോൾ സങ്കടം വിഷമം കാര്യങ്ങളൊക്കെ. ഈ ഇടി കൊള്ളാൻ നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഈഗോ വർക്കൗട്ട് ആവാറുണ്ടോ? തീർച്ചയായിട്ടും. അയ്യോ പിന്നെ ഐഡിയ എനിക്കല്ലേ കിട്ടുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അത് നമ്മുടെ കൂട്ടുകാരൻ അതില് ഇപ്പുറത്ത് നിൽക്കണതാണ് അടിക്കൊള്ളേണ്ടത്. അത് എന്തൊരു ഇതില് മറ്റവൻ ഫ്രണ്ട് വരുമെന്ന് ഞാൻ ഇതില് വന്നത്. അപ്പൊ ഇവന് അടി കിട്ടിയത് അവനാണ്. കൊള്ളേണ്ടവനല്ല ശരിക്കും, സോറി അടിച്ചവനാണ്. ഇത് നായകനെ അടിക്കണം. നിങ്ങൾ നായക ഓടിയുമ്പോ ഒറ്റടി ഈ നായകനെ മറഞ്ഞു വരും. അത് ഈ ഇവിടെ നിൽക്കുന്ന പിള്ളേനെ അടിക്കേണ്ടത്. പക്ഷെ അവൻ ഇത്ര മുമ്പ് കയറിയതിന്റെ പേരില് ആ സീൻ അവന് കിട്ടി. മനസ്സിലായ പറഞ്ഞു. അടിച്ച് പെണ്ണ് വീണ് കട്ട് പറഞ്ഞു. പിന്നെ ഇവര് നമ്മൾ ഇടിയാണ് ഇവര് അങ്ങനെ ഒച്ചപ്പാടും പറയും. ഓപ്പ് നീ നീ എന്റെ തൊണ്ടേന്നാണ് അത് എടുത്ത് പിടിച്ചു വലിച്ചോണ്ട് പോയത്. നമ്മൾ ആ പുള്ളി എന്തെന്നാണ് ഞാനല്ല അടിക്കേണ്ടത്. നീ വന്നോണ്ടല്ലേ ഇപ്പൊ എന്നെ മാറ്റി നിർത്തിയത്. പിന്നെ അവരെ ഒച്ചപ്പാട് ബഹളമായി.
അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പൊന്നെ. അതൊക്കെ ചില സമയം വീണ് കിട്ടും. അതെനിക്ക് 2 ഗുണം ഉണ്ടായിരുന്നു എനിക്ക്. അത് നമ്മുടെ ഡോൺ എന്ന സിനിമ, ദിലീപേട്ടൻ്റെ. ആ ഡോൺ എന്ന സിനിമയിൽ ലാൽ സാറും ഒക്കെ കടലിൽ നിന്ന് വരുന്ന സംഭവമാണ്, കായലിൽ നിന്ന് ബോട്ടിൽ. അന്ന് ഈ ഹെഡ്സെറ്റ് ഇറങ്ങിയിട്ടുള്ളൂ, മറ്റേ നെക്ക് ബാൻഡ് ചെറുതോ? ചെറുത് അല്ലല്ല, അപ്പൊ ഞാനത് വാങ്ങിച്ചേക്കാണ്. അപ്പൊ ഞങ്ങള് 10-20 ഗുണ്ടകള് മരണ്ടൊക്കെയാണ്. അപ്പൊ ഞാൻ ഇത് മേടിച്ചതിന്റെ പേരിൽ ഈ സാധനം കുത്തി ഞാൻ പാട്ടൊക്കെ ഇരിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരും കാണാനില്ല. നോക്കിയപ്പോ എല്ലാ സീനിൽ വിളിച്ചപ്പോ നിൽക്കുന്ന സീനിൽ നിൽക്കണെല്ലാവരും. ഞാൻ പോയില്ല. അപ്പൊ ഷാജിസാറിനോടാണ്, ഷാജിക്ലാസിനോടാണ്. അപ്പോൾ പുള്ളി ഞാൻ നിൽക്കാനുള്ള, ഞാൻ ഊട്ടിപ്പോ പുറകിലേക്കാണ്. ശരിക്കും ഞാൻ മുമ്പിലേക്ക് ഉണ്ടവനാ, എനിക്ക് എവിടെ ചെന്നാൽ മുമ്പിൽ സീറ്റുള്ളൂ. അപ്പൊ ഞാൻ ഷാജിസാറെ നോക്കി, സാറിന് അത് നിൽക്കാൻ പറഞ്ഞോട്. അവര് കണ്ട് ഞാൻ ഏറ്റവും പുറകിലേക്കാണ്. അപ്പൊ എന്റെ മനസ്സിടിച്ച്, കാരണം ഞാൻ പുറകിലായി പോയല്ലോ. സാർ പറഞ്ഞിങ്ങനെ ഇങ്ങനെ അടിക്കാൻ ചെയ്തത് അവിടെ നിന്നായിരുന്നു. അപ്പൊ ഞാൻ കിടന്നറിയുമോ അവിടെ നിന്നാ മതി, ആ ടോണാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അങ്ങനെയല്ല, സാറ് പറഞ്ഞ് ആ നിന്നിപ്പ് ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞു എല്ലാവരോടും. ഞാൻ മുമ്പിലായി. അപ്പൊ പുറയുന്ന എനിക്ക് ചീത്ത, നിന്റെ ഒടുക്കത്തെ ഭാഗ്യങ്ങളാ, നീ ഒന്ന് ഉറങ്ങിപ്പോണ്ട മറ്റേ ഒച്ചപ്പാടും അവന് മിണ്ടാടികളാ. ഇതൊക്കെ അങ്ങനെയാണ്, ഇതൊക്കെ ഭാഗ്യങ്ങളാ. അതിൽ ദിലീപേട്ടനും അടിക്കുന്ന സീനും ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ ഒരു സംഭവം അത് കിട്ടണം. അത് തന്നെ രാഷ്ട്രം എന്ന സിനിമയിൽ ഈ സുരേഷൻ ഇങ്ങനെ പിടിച്ച് കൂട്ടത്തിൽ നിന്ന് ഒരാളെ പിടിച്ച് വലിച്ചിങ്ങനെ സീനുണ്ട്. ഭയങ്കര സീനത്. അത് അസോസിയേറ്റും കാര്യങ്ങളൊക്കെ വേറെ ആളാണ് വെച്ചിരുന്നത്. വേറെ ആളെ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ അതില് സുരേഷ് ചേട്ടൻ പിടിച്ചു വലിക്കുന്ന രീതിയിലാണ് അവര് പ്ലാൻ ചെയ്തത്. പക്ഷെ സുരേഷ് ചേട്ടൻ എന്ത് ചെയ്ത്, വേറൊരു പോലീസാണ് പറഞ്ഞ ക്യാച്ച് എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പിടിക്കുമ്പോ എന്നെ പിടിക്കണത്, ഞാൻ ഈ സൈഡിൽ ഇരിക്കണത്. ആ സീൻ എനിക്ക് കിട്ടി. അതും പറഞ്ഞ ഒച്ചപ്പാട് നമ്മള് വേറെ അങ്ങനെ. കാരണം ആരും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും നല്ല സീൻ കിട്ടാൻ വേണ്ടിയാണല്ലോ വന്നേക്കണത്. അപ്പൊ ഈ അസോസിയേറ്റിന് സിഗരറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, കാരണം സിഗരറ്റ് വലി സിനിമയിൽ ഭയങ്കര ഒരു ഗുണം ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ സിഗരറ്റ് വലി ആ സമയത്തേക്ക് ഒരു സീൻ പറഞ്ഞ് വെച്ചേക്കാണ്, വൈകുന്നേരം ഫുള്ള് അടിച്ചാൽ പറഞ്ഞ് വെച്ചേക്കാണ്. അപ്പോഴാണ് ഈ സീൻ മാറിപ്പോണത്. ഈ സിഗരറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ അസോസിയേറ്റ് സിഗരറ്റ് വലിക്കും. താൻ അസോസിയേറ്റ് സിഗരറ്റ് വലിക്കണമെങ്കിൽ നമ്മൾ പരിചയപ്പെട്ടുമ്പോൾ സിഗരറ്റ് ഉണ്ടായില്ലേ, ഞാൻ സാർ എന്താ തരും, ഞാനും കത്തിക്ക് പറഞ്ഞു. 5 മിനിറ്റ് നമ്മൾ കിട്ടി. അപ്പൊ ചോദിക്കും, സാറത്തിൽ സീമെന്റ് ഉണ്ടാവുമോ? അപ്പൊ എവിടെ വീണ ഒന്ന് നോക്കട്ടെ, സെറ്റ് ചെയ്യാം, ഓർമ്മ എനിക്ക്. അങ്ങനെയാണ് കണക്ഷൻ. എല്ലാം ഒരു ഐഡിയ ആണ്, ഒരു ടെക്നിക്കാണ്. വലിയ മധ്യാഹ്നത്തിലാണ് സീൻ കിട്ടണത്. അതിപ്പോ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പറഞ്ഞതാണ് സത്യാവസ്ഥ. അല്ല, പ്രോത്സാഹിപ്പിക്കില്ല. കാരണം നമ്മളിപ്പോ രണ്ടാടിച്ചോണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ സംസാരിക്കാനുള്ള ഇത്. അപ്പോഴാണ് മനസ്സോർത്ത് നമ്മൾ പല കാര്യങ്ങളും ഷെയർ. അപ്പോൾ സംസാരിച്ച സാറേ അടുത്ത് പറഞ്ഞു, അത് നോക്കാം നമുക്ക്. അപ്പം നമുക്ക് സംസാരിക്കാനുള്ളൊരു 10 മിനിറ്റ് കിട്ടി. സിഗരറ്റ് അങ്ങനെ അതൊക്കെ അപ്പോൾ ചോദിച്ചാൽ മനസ്സിലായി. പിന്നെ ഇടയ്ക്ക് വിളിക്കും, അങ്ങനെയാണ്. അടിപൊളി. ഏതായാലും ഒരുപാട് പരിപാടികൾ ഇനിയും വരട്ടെ. ഒരുപാട് ഇടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് കേട്ടോ, അന്ന് ബൂസ്റ്റിന്. ഏതാണ് ഷോർട്ട്? അതിനൊരു ഹലോ ഗൈസ്. ഓക്കെ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരു വിഷയം എടുത്തിട്ട് ഒരു ഷോർട്ട് ഫിലിമാണ്. ഇറങ്ങിയോ? റിലീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഹലോ ഗൈസ്. അച്ഛൻ അത്യാവശ്യം നല്ല ക്യാരക്ടർ ആയിരുന്നു. അല്ല, ഞാൻ ഡയറക്റ്റ് കഥ ചെയ്ത് സംവിധാനം ചെയ്യണം. ആണോ? ഇനി ഡയറക്ഷനിലൊക്കെ പ്ലാൻ ഉണ്ടോ? ചെയ്യണം. ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലേ നമുക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അടിയിടിയും വെള്ളം പ്രതീക്ഷിച്ചത്. ഞാൻ അങ്ങനത്തെ അല്ല, വേറെ സോഷ്യൽ മീഡിയയിൽ സംഭവം എടുത്തിട്ട് കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. സെറ്റ് ഓണാക്കുന്ന ആർട്ടിസ്റ്റ് ആരാ? മമ്മൂക്ക. പിന്നെ മമ്മൂക്ക വന്നു കഴിഞ്ഞാൽ സെറ്റ് ഓൺ. മമ്മൂക്ക വന്നൊരു ഒച്ചവെക്കണ്ടെങ്കിൽ നമ്മൾ കയറി വരുള്ളൂ. പിന്നെ പുള്ളി വന്ന പിന്നെ റേഞ്ച് മാറിയവിടാ. പുള്ളി ഫുൾ ഓണാക്കുവാടാ സെറ്റ്. പിന്നെ പുള്ളി വന്ന 2 ഒച്ചയൊക്കെ ഉണ്ടാക്കി എല്ലാം ശ്രദ്ധയ്ക്ക് പിടിച്ചിട്ട്. ഈ പുറത്തുനിന്ന് ആൾക്കാർ വെറുതെ പറയുന്ന പോലെ ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് പറയുന്നതിന്റെ ഒക്കെ പകുതി ഇല്ല. അത്രയും ഒന്നുമില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ അവിടെ ചെന്ന ആൾക്കാർ ആദ്യം അടുത്തേക്ക് ഒരു വീഡിയോ ഉണ്ടാവുന്നത്, അത് നമ്മളെ ലുക്കും കണ്ടിട്ടായിരിക്കും. കളിയാൽ പ്രശ്നക്കാരായിരിക്കും. അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്നോ ഞാൻ അതൊരു കമ്പയർ ചെയ്യാനല്ലാട്ടാ. നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി ഇപ്പൊ 1000 പേര് നിൽക്കണേലും പുള്ളി നിൽക്കുന്ന തലയിട്ടിപ്പ് വിളിക്കുക നമുക്ക് ഒറ്റ
ഒറ്റയാന്ന് കൊണ്ട് പുള്ളി നിൽക്കണത്. അത് പ്രജാപതി സിനിമയിൽ 2000 ക്രൗഡിനിടയിൽ മമ്മൂക്ക് എന്നിട്ട് അന്നത്തെ ആർട്ടിസ്റ്റ് അത് വേറെ, അതല്ല ഒരു ഒറ്റയാൻ ഗുരുവാരികേശൻ എന്നൊക്കെ കൊണ്ടാണ് പുള്ളി നിൽക്കണത്. അമ്മേ. അങ്ങനെയാണ് മമ്മൂക്കെന്ന് ഒരു ഭയങ്കര ഒച്ചയും ബഹളവും കളിയാക്കലും ഇതെല്ലാം ഒരു ജൂനിയർസ് നിൽക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവനെ ഒരു ബൂസ്റ്റ് ചെയ്യും. ഓ, എല്ലാവരുടെ സിംഗാവും. കാരണം പല പടത്തിലും കണ്ട് പരിചയമുള്ള ആളുകളൊക്കെ ആയിരിക്കുമല്ലോ വന്ന് നിൽക്കാറൊക്കെ. അതെ അതെ. അപ്പൊ പുള്ളി എല്ലാ സിനിമയും കാണും. അപ്പൊ മറ്റേ പടത്തിൽ കണ്ടല്ല എന്നൊക്കെ ഇങ്ങനെയൊക്കെ പുള്ളി പറയുമ്പോ അവൻ സ്റ്റാറായി. അതെ അതെ. ആ ഒരു സാധനം പുള്ളി, ഒരു ഗിവ് ആൻഡ് ടേക്ക് സാധനം പുള്ളി. പിന്നെ ചിരിയും തമാശയും കളിയാക്കലും നടന്മാരെല്ലാം സ്ട്രിക്റ്റ് ഒന്നുമില്ല, എല്ലാവരും കൂളാണ്. പിന്നെ ജോഷ് സാർ മാത്രമേ ഉള്ളൂ ഡയറക്ടർ. അത് പിന്നെ വേറെ സ്കൂളാണ്. ജോഷ് സാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോ ജോഷ് സാർ നമ്മൾ ചീത്ത പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഓ, ജോഷ് സാർ നമ്മൾ അഭിനയിച്ച സമയത്ത് നിന്നൊക്കെ ഏത് സമയത്താണോ എന്നൊക്കെ ചീത്തയൊക്കെ പറയും പുള്ളി. പക്ഷെ മാറ്റില്ല, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മാറ്റാൻ പറയും. അതിപ്പോൾ എത്ര കണ്ടിന്യൂ ഉണ്ടെങ്കിലും രക്ഷയില്ല, മാറ്റുകയെന്ന് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട ആൾ ചീത്ത പറഞ്ഞ് കൊല്ലും, എന്നിട്ട് അവൻ ചെയ്യിപ്പിക്കും. ഓക്കെ, ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വേറെ ലെവലാണ്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നിന്നൊക്കെ ഏത് സമയത്താണ് നിന്നൊക്കെ പറഞ്ഞെങ്കിൽ ചീത്ത പറഞ്ഞാൽ നമ്മളൊക്കെ എഴുന്നേക്കും. എന്നെയാണ് സാർ ചീത്ത പറയണത്, അത് ഭയങ്കര അഹങ്കാരത്തോടെ പറയും. പിന്നെ ആ ചീത്ത എനിക്കാണ്. സാറ് ചീത്ത പറഞ്ഞാൽ അതൊരു അവാർഡിനും ഇല്ലല്ലേ, കാരണം സാറ് നമ്മൾ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അർത്ഥം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ എന്തായാലും ശിവചേട്ടാ ഒരുപാട് സന്തോഷം. ഈ തിരക്കിനിടയിൽ വന്നാലും എക്സ്പീരിയൻസ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ദിവസം കഴിഞ്ഞാലും തീരൂല. എന്തായാലും പരിക്കുകളൊന്നും ഇല്ലാതെ അടിപൊളി പരിപാടികളൊക്കെ ഇനി ഇഷ്ടം പോലെ കിട്ടട്ടെ. വീട്ടിലൊക്കെ എല്ലാവർക്കും ഹാപ്പി ആവുന്ന രീതിയിൽ, ചേട്ടനെ ഒരുപാട് ഹാപ്പി ആവുന്ന രീതിയിൽ ഒരുപാട് സിനിമകൾ വരട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പൊ മലയാള സിനിമയുടെ ഗുണ്ടാ ലിസ്റ്റിൽ പേരുള്ള ഒരാളാണ്. നേരെ നായകൻ ലിസ്റ്റിലേക്ക് വരട്ടെ. സ്ഥിരം ഗുണ്ടാന്ന് അറിയപ്പെടുന്നത്. അതെ, സ്ഥിരം ഗുണ്ടെന്ന് നേരെ നായകനിലേക്കൊക്കെ വരാൻ വരട്ടെ. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ സിനിമയിലുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്കും സന്തോഷം നിങ്ങൾ വിളിച്ചതിലും ഇങ്ങനെ ഒരു സംഭാഷണം ചെയ്യാൻ സാധിച്ചതിലൊക്കെ വളരെ നന്ദി പറയുന്നു. താങ്ക് യു.